ഈ കീരിയും പാമ്പും എങ്ങനെ ശത്രുക്കളായേ? അവർക്ക് അങ്ങനെ ഒരു ശത്രുത തോന്നാനായിട്ട് ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. ആ കാര്യത്തിന് ശേഷമാണ് അവർ ഭയങ്കര ഒരു ശത്രുക്കളായത്. അതേത് കാര്യം? പണ്ട് ഒരു ഗ്രാമം ഉണ്ടായി, ഒരു പ്ലാച്ചിമൂട് ഗ്രാമം, കീരികളുടെ ഗ്രാമമാണ്. അവിടെ ഒരു കീരിയപ്പനുണ്ട്, അതായത് കീരി മൂപ്പൻ. ഈ കീരി മൂപ്പന് ഒരു മോളുണ്ട്, ഒരു കീരി മോള്. ഇവർക്ക് അമ്മയില്ല, മരിച്ചുപോയി. കീരിയപ്പന്റെ ഭാര്യ മരിച്ചുപോയി. അപ്പൊ ഈ കീരിയപ്പനാണ് ഈ മോളെ പൊന്നുപോലെ നോക്കുന്നത്. വാത്സല്യം കൂടിപ്പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത് ഇച്ചിരി അരപ്പിരി ലൂസാണ് ഈ പെണ്ണ്. പ്രായം ഒരുപാടായെങ്കിലും കുട്ടിത്തം മാറാത്ത ഒരു മണ്ടി പെണ്ണാണ് ഈ കീരിപ്പെണ്ണ്. നാട്ടിലെല്ലാവരും കണ്ണിലൂടെയാണ് ഈ കീരിമോള്. അപ്പൊ അങ്ങനത്തെ ഒരു സമയത്ത് ഈ കീരിമോളെ കാണാണ്ട് പോണേണ്. അതായത് ഒരു 1-2 ദിവസമായി കീരിമോളെ കാണാനായിട്ട്. ഇതുവരെ വന്നിട്ടില്ല. എവിടെയൊക്കെ അന്വേഷിച്ചിട്ടും കീരിമോളെ കാണാനില്ല. എന്നിട്ട് എന്തായി? കീരിയപ്പനാകെ തകർന്ന് വിഷമിച്ചിട്ട് കരഞ്ഞ്. ആദ്യം തന്നെ ഒരു പാട്ടുണ്ട്, കീരിയപ്പന്റെ ആ വാത്സല്യം നിറഞ്ഞ വരികളൊക്കെ ചേർത്തണക്ക് ഒരു പാട്ടുണ്ട്. നമ്മുടെ കീരിമോളെ വിളിക്കണ ഒരു പാട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കഥ പറയാം. പാടാൻ പോണേണ്, നീ ചിരിക്കരുത്. പ്ലാച്ചിമുട്ടിൽ കാട്ടിലുള്ള കീരിവാവേ, വീട്ടിലും നാട്ടിലും എന്നും അവൾ വാവയാണേ. എന്നുമെന്നും കീരിയപ്പന്റെ വാവക്കീരി. പ്രായം കുറേ ആയെന്നാലും എന്തക്കുടൂ, നീ പകരും ക്യൂട്ട്നെസ്സുകൾ കണ്ടു നിന്നാൽ പ്രാന്ത് കേറും. നീ കരഞ്ഞാൽ കീരിയപ്പന്റെ ചങ്ക് പൊട്ടും. കീരി വാവേ വാടി, കീരിയപ്പൻ നിന്ന് മോങ്ങി, നിന്നെ ഓർത്ത് മോങ്ങി. വേഗം വാടി വാവേ, ഞാനാ പ്ലാച്ചിമൂട്ടിൽ നിന്ന് മോങ്ങി, നിന്നെ ഓർത്ത് മോങ്ങി. വേഗം വാടി വാവേ. പാവം കീരിയപ്പ ഹൃദയം തകർന്ന ഒരു പാട്ട് പാടുമ്പോ നീ ചിരിക്കരുത്. സങ്കടം കൊണ്ട് എനിക്ക് ചിരി പൊട്ടിപ്പോയതാണ്. കീരിയപ്പൻ അവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞോണ്ടേ ഇരിക്കാണ്. കീരിമോള് വന്നിട്ടില്ല. കീരിമോളാണെങ്കിൽ കളിക്കാൻ പോയതായിരുന്നു, കാട് വിട്ടി. പ്ലാച്ചിമൂട് ഗ്രാമം വിട്ടിട്ട് കീരിമോള് കാട്ടിലോട്ട് കളിക്കാൻ പോയപ്പോ തിരിച്ചു വരാനുള്ള വഴി അറിയാണ്ട് നടു കാട്ടില് അകപ്പെട്ടു പോയി. അങ്ങനെയുള്ള സമയത്ത് അപ്പൊ നോക്കിയപ്പോ അത് ആണ്ട് കിടക്കണ ഒരു മാളം. ഈ മാളത്തിലോട്ട് കീരിമോള് ഓടിക്കേറുന്നേ. അപ്പോഴാണ് നമ്മുടെ കഥയിലെ നായകന്റെ എൻട്രി. അതായത് നമ്മുടെ പാമ്പ് ചെറുക്കൻ അവിടെ വരണേ. ഇല്ല, പാമ്പ് ചെറുക്കൻ പാവമാണ് അവിടെ. പ്ലാച്ചിമൂട് ഗ്രാമമൊക്കെ അറിയാം നമ്മുടെ ഈ പാമ്പ് ചെറുക്കന്. പ്ലാച്ചിമൂട്ടിലെ കീരിവാവയാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് തിരിച്ചുകൊണ്ടാക്കാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അപ്പോഴാണ് ഒരു ട്വിസ്റ്റ് അവിടെ സംഭവിക്കണം. നമ്മുടെ പാമ്പ് ചെറുക്കന് കീരിപ്പെണ്ണിന്റെ അടുത്ത് ഒരു ക്രഷ് അടിച്ച്. കൊച്ചല്ല, പ്രായം മുതുക്കിയായിട്ടുള്ള ക്യൂട്ട്നെസ് ഉള്ള ഭാവിയാണ്. ഞാൻ പറഞ്ഞില്ലേ, പ്രായം കൂടിക്കഴിഞ്ഞാലും അത് ക്യൂട്ട്നെസ് വിട്ടുമാറാത്ത മുതുക്കി തള്ളയാണ് നമ്മുടെ കീരിപ്പെണ്ണ്. അപ്പൊ നമ്മുടെ പാമ്പ് ചെറുക്കന് ഇവളെ കണ്ടപ്പോഴത്തേക്ക് ഒരു ക്രഷ് പോരാത്തതിന് അവന്റെ മാളത്തിലോട്ട് ഓടിക്കേറിയ പെണ്ണാണല്ലോ കീരിപ്പെണ്ണ്. ഇവളെ തിരിച്ചുകൊണ്ട് വൈകാതെ ആക്കാന്നുള്ള പ്ലാനിങ് കൊണ്ട്. കാരണം കീരിയപ്പൻ ഇതേപോലെ വിഷമിച്ചൊക്കെ ഇരിക്കണായിരിക്കും എന്നുള്ള നല്ല മനസ്സുള്ളവനാണ് നമ്മുടെ ഈ പാമ്പ് ചെറുക്കൻ. അപ്പൊ അവനൊരു ചെറിയൊരു സ്നേഹപ്രകടനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കീരിപ്പെണ്ണിന്റെ അടുത്ത് ഒരു റൊമാൻറ്റിക് സോങ് അവനോട് നടത്തണം. വടി വാടി വടി വാടി നീ എന്റെ കീരിക്കിളിയേ, എന്റെ മാളത്തിലെ മണ്ടി കീരിക്കിളിയേ, ലേശ സ്ക്രൂ ഇളകിയ എന്റെ കീരിക്കിളിയേ, കീരി തന്തയുടെ വാവ കീരിക്കിളിയേ. ഹേയ് നാക്ക് കൊണ്ട് ഞാൻ ചിറ്റി തറയിൽ കിടന്ന് കുത്തിമറിഞ്ഞു. ഏട്ടായുടെ അടുത്തിങ്ങ് വാടി കീരി തമ്പ്രാട്ടി. വടി വാടി നീ എന്റെ കീരിക്കിളിയേ, എന്റെ മാളത്തിലെ മണ്ടി കീരിക്കിളിയേ, ലേശ സ്ക്രൂ ഇളകിയ എന്റെ കീരിക്കിളിയേ, കീരി തന്തയുടെ വാവ കീരിക്കിളിയേ. ഹേയ് നാക്ക് കൊണ്ട് ഞാൻ ചിറ്റി തറയിൽ കിടന്ന് കുത്തിമറിഞ്ഞു. ഏട്ടായുടെ അടുത്തിങ്ങ് വാടി കീരി തമ്പ്രാട്ടി. പാട്ടൊക്കെ കഴിഞ്ഞ അവര് തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് കീരിയപ്പന്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് അവളെ കല്യാണം കഴിക്കാം, സ്വന്തമാക്കാന്നുള്ള ആഗ്രഹത്തില് പാമ്പ് ചെറുക്കൻ കീരിപ്പെണ്ണിനെയും കൊണ്ട് പ്ലാച്ചിമൂട്ടിലോട്ട് പോണേണ്. അവിടെ കീരിയപ്പനും കീരി നാട്ടുകാരൊക്കെ വിഷമിച്ചിരിക്കണം. അപ്പേടാ അതേ നമ്മുടെ പാമ്പ് ചെറുക്കൻ കീരിപ്പെണ്ണിനെയും കൊണ്ട് വരണം. അത് 2 ദിവസത്തിന് ശേഷം. കീരിയപ്പൻ എന്താ വിചാരിക്കണം, ഈ പാമ്പാണ് ഈ കീരിപ്പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയത്. കീരിയപ്പൻ ആ ഒരു വിഷമത്തിലും ദേഷ്യത്തിലും വേഗം വന്ന് നമ്മുടെ ഈ പാമ്പ് ചെറുക്കൻ അടിച്ചു കൊല്ലും. കാര്യം പറയാനായിട്ട് വാ തുറന്നപ്പോ കീരിയും വിചാരിച്ചു കീരിയപ്പനെ കൊത്താൻ വേണ്ടിയിട്ടാണ് ഈ പാമ്പ് ചെറുക്കൻ
വാ തുറക്കണേ. ആ ഒരു നിമിഷത്തിൽ അടിച്ചു കൊന്നു. വാവ്. അപ്പൊ അതിനുശേഷം പാമ്പെങ്ങാനും നമ്മുടെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അടിച്ചു കൊന്നോളൂ. എന്നാലും അവര് നമ്മള് തട്ടിക്കൊണ്ടുപോകും. പാമ്പും കീരിയുമുള്ള ഒരു ഫൈറ്റില് പാമ്പായിരിക്കും മിക്കവാറും ഒരു 80% തോക്കണത്. പാമ്പിന് ഇങ്ങനെ അതിജീവനം വളരെ കുറവായിരിക്കും. പിന്നെ അവരുടെ മൈൻഡിൽ കീരിപ്പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയ ഒരു കാര്യം നിക്കണോണ്ടിട്ട് അവര് ഒരുമിക്കത്തില്ല. പാവം നമ്മുടെ പാമ്പ് ചെറുക്കന്മാര്. എന്നാലും ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഒരു ജീവൻ പൊലിഞ്ഞില്ലേ? അതെ, ആ തെറ്റിദ്ധാരണയുടെ ഒരു ഇതുകൊണ്ടിട്ടാണ് അവര് തമ്മിൽ ഇന്നും ശത്രുത ഇങ്ങനെ നിലനിന്നു പോണത്.